എക്സൈസുകാരുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങിയ കോൺഗ്രസിൻ്റെ ആളുകളുടെ വാദത്തെ ഖണ്ഡിക്കേണ്ടത് തന്നെ ആവശ്യമില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ, ഇവിടെ 2016 ഞങ്ങളുടെ ഗവൺമെൻറ് വരുമ്പോൾ 23 ലക്ഷമാണ് ലൈസൻസ് ഫീസ്. ഞങ്ങൾ ബാർ മുതലാളിമാരെ സഹായിച്ച് 17-18 5 ലക്ഷം കൂട്ടി, 21-24 5 ലക്ഷം കൂട്ടി, 20-21 2 ലക്ഷം കൂട്ടി, 12 ലക്ഷം റുപ്യ ബാർ മുതലാളിമാരെ സഹായിച്ച് ഞങ്ങളത് 35 ലക്ഷമാക്കി. അല്ലേ? എന്തൊരു വലിയ സഹായങ്ങൾ ചെയ്തിരിക്കുന്നത്. ക്രമക്കേപ്പോട് ഇവിടെ പറഞ്ഞല്ലോ, മദ്യം ഒഴുക്കി ഞാൻ ചോദിക്കട്ടെ, UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 5 കൊല്ലക്കാലം ഭരിച്ചപ്പോൾ ആകെ വിറ്റ മദ്യത്തിൻ്റെ കണക്കെല്ലാം കേരളത്തിലുണ്ടല്ലോ. 5 കൊല്ലക്കാലം ബാറെല്ലാം പൂട്ടി മദ്യനിരോധനം നടപ്പാക്കി കേരളത്തെ ആകത്തിന് മദ്യവിമുക്തമാക്കിയ UDFിൻ്റെ കാലത്ത് ആകെ വിറ്റ മദ്യത്തിൻ്റെ കേസ് 1706. എന്നാൽ ഈ 2016-17 മുതൽ 2020-21 വരെയുള്ള പിണറായി വിജയൻ്റെ 5 കൊല്ലക്കാലം അത് 1610 വർദ്ധിച്ചു. അല്ലേ? 1706 1610 വർദ്ധിച്ചു. 96 ലക്ഷം കേസ് കുറഞ്ഞല്ലോ. ഞങ്ങൾ മദ്യ മുതലാളി വരെ വലിയ രൂപത്തിൽ സഹായിച്ചു. വിദേശ മദ്യവിൽപ്പനയുടെ നിലകൾ എടുത്ത് പരിശോധിക്കുക. ഈ 12-13 എന്ന് പറഞ്ഞാൽ 10 കൊല്ലം മുമ്പ് 224.34 ലക്ഷം കേസാണ്. 10 കൊല്ലം കഴിഞ്ഞ് 22-23 224.34 ലക്ഷം കേസിൽ നിന്ന് 19.99 ലക്ഷം കേസ് കുറഞ്ഞു. 8.1% വിൽപ്പന കുറഞ്ഞു. മദ്യവരുമാനം നേരത്തെ 12-13 ആകെ വരുമാനത്തിന് 18.2 മദ്യവരുമാനം, 22-23 13.4 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4.8% കുറഞ്ഞു. മദ്യമുതലാളിമാരെ സഹായിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ഈ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, നേരത്തെ ക്രമക്കേട് കണ്ടുപിടിച്ചാൽ എന്തായിരുന്നു UDF ഗവൺമെൻറ് കാലത്ത് നില? നിങ്ങൾ പിഴ വിധിക്കും മാത്രം. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലൈസൻസ് റദ്ദ് ചെയ്യാൻ തീരുമാനിച്ച ആരാ? ഞങ്ങളാണ്. ഈ കഴിഞ്ഞ ഒറ്റ കൊല്ലക്കാലം 52 സ്ഥാപനങ്ങൾ സസ്പെൻഡ് ചെയ്തു, 52 കേസുകൾ എടുത്തു, 32 സ്ഥാപനങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഈ കേരളത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ കഴിയില്ല. എന്തുകൊണ്ട്? നിങ്ങൾ അവരുടെ പണം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവർ കൈകളിൽ നിന്ന് കോടികൾ കൈപ്പറ്റുന്നവരാണ്. അത് കേരളം കണ്ടതാണല്ലോ. പിന്നെ ഒറ്റ കാര്യം 800 ബാറുകളായ നിങ്ങൾ ഈ പറയുന്ന ഡ്രൈഡേ മാസത്തിൽ ഒരു ദിവസം 12 ദിവസം കൂട്ടിക്കൊടുക്കുമ്പോൾ കിട്ടുന്ന 10,000 കോടികളുടെ വരുമാനമാണ്, ലാഭമാണ് ബാർ മുതലാളിമാരെ കൊണ്ട് ഈ പറയുന്ന ചെയ്തികൾക്കെല്ലാം അവരെ പ്രചോദിപ്പിക്കുന്നത്. എങ്കിൽ 750 ബാറുകൾ തുറന്നു കൊടുക്കുക എന്നതിനപ്പുറത്ത് എന്ത് സഹായമാണ് ഒരു സർക്കാർ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്? എല്ലാം മൊത്തം ഈ പിന്നെ മദ്യത്തിന്റെ വിൽപ്പന കുറയുമ്പോൾ ബാറുകാർക്ക് ഈ പറഞ്ഞ പോലെ വർധന കൂട്ടാൻ സഹായിച്ചു എന്നാണോ അതിന്റെ അർത്ഥം? കേരളത്തില് പിന്നെ ഈ യഥാർത്ഥത്തിൽ രണ്ടും രണ്ടാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യം വിറ്റാൽ അതിന്റെ ലാഭം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഖജനാവിൽ പോയി നിൽക്കുന്നതാണ്. അവിടെ ബാറുകളുടെ ഇടനില ഇല്ല. 750 ബാറുകൾ തുറന്നു കൊടുക്കുമ്പോൾ അവിടുത്തെ വിൽപ്പന, മറ്റു വരുമാനത്തിന്റെ ഒരു പങ്ക് ഈ പറയുന്ന ബിവറേജസിന്റെ എടുക്കുന്നതിന്റെ ടേൺ ഓവർ ടാക്സ് മാത്രമാണ് സർക്കാരിന് കിട്ടുന്നത്. അതിനപ്പുറത്തുള്ള വരുമാനം ബാറുകാർക്ക് കിട്ടുന്നതാണല്ലോ. അവര് നഷ്ടക്കച്ചവടത്തിനും സാമൂഹ്യ സേവനത്തിനും അല്ലല്ലോ തുറന്നു വെച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ കേരളത്തില് മദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമമുണ്ടല്ലോ. ആ നിയമത്തിൽ ഇന്ന കണ്ടീഷനുകൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതിന് പ്രദേശത്തിന്റെ ജൂറിസ്ഡിക്ഷൻ, അവരുടെ യോഗ്യത, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിന്റെ ചട്ടത്തിൽ. ആ ചട്ടത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു ലൈസൻസ് കൊടുത്ത് പറയട്ടെ? ഉണ്ടായിട്ടില്ലല്ലോ. ഇനി മദ്യമാകെ തന്നെ കേരളത്തിൽ ഒഴുക്കിയിരിക്കുന്നു. വസ്തുതയല്ലല്ലോ. മദ്യത്തിന്റെ വരുമാനം കുറയുന്നു ഗവൺമെന്റിന്, മദ്യത്തിന്റെ മൊത്തം വിൽപ്പന കുറയുന്നു. അതെങ്ങനെ പിന്നെ മദ്യം ഒഴുക്കി എന്ന് പറയുന്നത് ന്യായം എന്താ? അതുപോലെ മദ്യവുമായി ബന്ധപ്പെട്ട ടേൺ ഓവർ ടാക്സിന്റെ കാര്യം പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് ആരാണ് മദ്യം ഒഴുക്കി എന്നൊരു ആരോപണം മുന്നോട്ട് വെച്ചത്? കോൺഗ്രസിന് വേണ്ടി പറഞ്ഞല്ലോ, ഇവർ കേരളത്തിലാകെ മദ്യ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് മദ്യം കൊടുക്കാൻ ചാൻസ് കൊടുക്കുകയാണ്. അതാണ് പറഞ്ഞത്. ഇത്രയധികം ബാറ് തുറന്നു കൊടുക്കുന്ന കാര്യമാണ് ചോദിച്ചത്. കേസ് വിൽപ്പന കുറഞ്ഞു എന്നുള്ള കാര്യം ഇന്നലെ മന്ത്രിയും അങ്ങും പറയുന്നു ശരിയാണ്. ബാറുകൾ തുറന്നു കൊടുക്കുന്നതിനേക്കാൾ വലിയ എന്ത് സഹായമാണ് ബാർ മുതലാളിമാർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ മദ്യമേ പിന്നെ വിൽപ്പനയോ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് പൊതു അഭിപ്രായം ഉണ്ടായ നല്ലത്. മദ്യം വിൽക്കുന്നുണ്ടല്ലോ. മദ്യം വിൽക്കുമ്പോൾ മദ്യം വിൽപ്പനയ്ക്ക് ആവശ്യമായിട്ട് സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അവർക്കും കോടതി നിയമങ്ങളെല്ലാം ബാധകമാണല്ലോ മദ്യ മുതലാളികൾക്കും. നിയമവിരുദ്ധമായിട്ട് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതാണ് വിഷയം. പിന്നെ ജനങ്ങളുടെ മദ്യാസക്തി കുറക്കുന്നതിന് ഇതുപോലെ പാടുപെട്ടൊരു ഗവൺമെന്റ് ഈ കേരളത്തിൽ ഏതുണ്ട്? വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക്, പെൺകുട്ടികൾക്ക്, അതുപോലെ സമൂഹത്തിനാകെ മദ്യാസക്തി കുറക്കാൻ എന്തെന്ത് പദ്ധതികൾ എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്നില്ല? അവിടെ കിട്ടുന്ന മൊത്തം വരുമാനത്തിന് വലിയ പങ്ക് അതിനുവേണ്ടി വിനിയോഗിക്കല്ലേ? ഈ കേരളത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അന്യായമായ കാര്യം നടക്കുമ്പോൾ ലൈസൻസ് പോലും റദ്ദ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റ് അല്ലേ?
കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് പിന്നെ ഞങ്ങളാണ് മദ്യത്തിനോട് നിൽക്കുന്നത് എങ്ങനെ പറയാ? ഞങ്ങൾക്ക് മദ്യമായി ബന്ധപ്പെട്ട നയമുണ്ട്. അതെന്താ? മദ്യം ഒഴിവാക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ മദ്യം ഒഴിവാക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ മദ്യ നിരോധനമല്ല വേണ്ടത്. മദ്യത്തിന്റെ വിപത്തിനെ ജനങ്ങൾ ബോധ്യപ്പെടുത്തി